It's me, Mr. Creator, and welcome to the world of customer psychology with Review Parikal. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് കസ്റ്റമർ സൈക്കോളജിയിലെ രണ്ട് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആസ്ക് വൈ ആൻഡ് ലേൺ വൈ. അപ്പോൾ ആ സാധനം നമ്മൾ പക്ക കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എവിടെ വെച്ചാൽ ഒരു ബിസിനസ് മാൻ കസ്റ്റമറിനെ ആവാഹിച്ച് കയറ്റുന്ന ഭാഗത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നിർത്തിയത്. അപ്പൊ ആ ഭാഗത്തെ കണ്ടിന്യൂഷൻ ആവും നമ്മളിവിടെ ചെയ്യുക. അത് മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയി കാണണം. ഞാനിവിടെ ഈ ഇൻഫോ സെക്ഷനിൽ ടാഗ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് നേരിട്ട് ഈ റിവ്യൂയിലേക്ക് കിടക്കാം. ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് കസ്റ്റമർ ജേർണി മാപ്പിംഗ് എന്നാണ്. അപ്പൊ എന്താണ് ഈ കസ്റ്റമർ ജേർണി മാപ്പിംഗ്? കസ്റ്റമർ ജേർണി മാപ്പിംഗ്, ഈ ആവാഹനം എന്ന് പറഞ്ഞ സാധനം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പുതിയ ഹൈവേ ഒക്കെ വന്നിട്ടുണ്ടല്ലോ, ഈ ആറുവരിപ്പാതൊക്കെ. അപ്പൊ പണ്ട് ചെറിയ റോട്ടിൽ നിന്നൊക്കെ പോയ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ റോഡിലേക്ക് പോകുമ്പോൾ മൊത്തം എക്സ്പീരിയൻസ് മാറുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൽ ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് പഴയ റോഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. കാരണം ഭയങ്കര ഇടുക്കം ഫീൽ ചെയ്യും. ഇടുക്കവും മറ്റേ അതേപോലെ തന്നെ കുണ്ടും കുഴിയും അങ്ങനത്തെ കാര്യങ്ങൾ മറ്റേതാകുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. അപ്പൊ പുതിയ നോർമലിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് കംഫർട്ടിൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു റോഡിൽ പോയാൽ നമ്മൾ ചെറിയ റോഡിൽ പോകുമ്പോൾ ഒരു ഇടങ്ങാറുണ്ട്, തിരിച്ച് സുഖമുണ്ട്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇതാണ് കസ്റ്റമർ ജേർണി മാപ്പിംഗ്. കസ്റ്റമേഴ്സിന്റെ ബ്രെയിൻ ഉണ്ടല്ലോ, കസ്റ്റമർ എന്നുള്ളതല്ല, കസ്റ്റമറിന്റെ ബ്രെയിന് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന്റെ ഉള്ളിലൂടെ പോകുന്നൊരു പാത്ത് ഉണ്ട്. അത് എത്രത്തോളം വിടുത്തുള്ളതാണ്, എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണ്, എത്രത്തോളം സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എത്രത്തോളം ഫണ്ണാണ്. ആ റോഡിലൂടെ ആയിരിക്കും കസ്റ്റമർ എന്ത് ചെയ്യുക, പിന്നെയും പോകാൻ ശ്രമിക്കുക, പ്രിഫർ ചെയ്യുക. ഒരു 5 വഴി ഉണ്ട്, 5 വഴി എത്തുന്നത് ഒരേ കാര്യത്തിലാണ്. പക്ഷെ ഒരു വഴി അടിപൊളിയാണെങ്കിൽ ആ വഴി തന്നെ ആൾ എടുക്കുമല്ലോ. നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏതാണ് ബെറ്റർ റൂട്ട് എന്ന് പറയുമല്ലോ. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏറ്റവും മോശം 2-3 വഴിയുണ്ട്, 2 മോശമാണ്, 1 നല്ലതാണ്, ആ നല്ലത് ചൂസ് ചെയ്തു. അതുപോലെയാണ് കസ്റ്റമർ ജേർണി മാപ്പിംഗ്. എക്സാക്ട്ലി. അതായത് നമ്മളുടെ ബിസിനസ്സിൽ എന്തുണ്ട്, ഒരു കസ്റ്റമർ ജേർണി മാപ്പ് ഉണ്ട്. ആ മാപ്പിനെ അടിപൊളിയാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുമല്ലോ, മാർക്കറ്റിന് വേണ്ടി കുറേ കാര്യം ചെയ്യും. നമ്മളെ ഒരു എക്സ്പീരിയൻസ്, കസ്റ്റമർ എക്സ്പീരിയൻസിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് ഇങ്ങനൊരു ആഡ് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സാധനം ഇവിടെ വെച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തീരുമാനം എടുക്കൂലേ. ഇവിടെ പലപ്പോഴും എന്താ ചെയ്യുക, ആ ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കുകയാണ്. ശരിക്കും ഇങ്ങനത്തെ ബിസിനസ്സിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ജേണിയിൽ എവിടെയാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളൊരു ഒരു ക്ലാരിറ്റിയോടുകൂടി വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഏതുപോലെ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ റോഡ് പോലെ എടുക്കാം. ഇപ്പോൾ ഒരു റോഡിൽ നമ്മളൊരു സൈൻ ബോർഡ് വെക്കാൻ തീരുമാനിക്കുകയാണ്. ഇത് എവിടെയാണ് വെക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി ഇല്ലാതെ സൈൻ ബോർഡാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതായത് ഇത് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ടേണിങ്ങിന്റെ ഭാഗത്താണ് ഈ സാധനം നമ്മൾ ചെയ്യണത് എന്ന് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു പർപ്പസ് അല്ലെ, ആ ഒരു സിനാരിയോ മനസ്സിലായിക്കൊണ്ട് ചെയ്യാലോ. ഞാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്താ പറയാ, ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്തവർക്കൊക്കെ ഉണ്ടാവും, ഒരു നോട്ടീസ് വേണം നമുക്ക് എന്നൊക്കെ പറയും. പക്ഷെ ഇത് എവിടെയാണ് കൊടുക്കുന്നത്, ആർക്കാണ് കൊടുക്കുന്നത്? ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകളൊക്കെ ഡിഫറെന്റ് ആയിരിക്കുമല്ലോ പുതിയൊരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ നമ്മൾ ബിസിനസ്സിൽ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ശരിക്കും ഈ ജേർണി മാപ്പിംഗ് നിർബന്ധമാണ്. അതായത് കസ്റ്റമർ ഏത് ഭാഗത്ത് നിൽക്കുന്ന കസ്റ്റമർ ആണ്. ഇപ്പൊ ഒരു ബിസിനസ്സിന് ഞാൻ പറയാം, എന്റെ ബിസിനസ്സിൽ ഇത്ര കസ്റ്റമർ ഉണ്ട്, ഈ എല്ലാ കസ്റ്റമർ ഒരു ഭാഗത്താണോ നിൽക്കുന്നത്? അല്ല. ചില കസ്റ്റമർ എവിടെ നിൽക്കുന്നുണ്ടാവുക, ജസ്റ്റ് നമ്മളെ പറ്റി അറിഞ്ഞ സ്റ്റേജ് ഉണ്ടാവും. ചില കസ്റ്റമർ നമ്മളായിട്ട് ഇപ്പൊ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില കസ്റ്റമർ നമ്മളെ ഫാൻ ആയിക്കാരം, ഇല്ലേ, വിട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ കസ്റ്റമേഴ്സ് പല സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ബിസിനസ്സിൽ എന്ത് സാധനം പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഈ ജേർണി ക്ലിയർ ആവണം. ഇനി ജേർണി മാപ്പിങ്ങിന്റെ ഒരു പർപ്പസ് ഞാൻ സിംപ്ലി ഒരു ഉദാഹരണം വെച്ചിട്ട് കൂടെ പറയാം. അതായത് നമ്മളിപ്പോ നമുക്ക് എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവും, നല്ല വിശപ്പ് ഉള്ള സമയത്ത് ഒരു ഉച്ചയ്ക്ക് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് അറിയാത്തൊരു സ്ഥലമാണ്, നമുക്ക് പരിചയമുള്ള സ്ഥലമാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ അറിയുന്ന ഒരു ഹോട്ടലിലേക്ക് കയറും. പക്ഷെ പരിചയമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നല്ലൊരു ഹോട്ടൽ തപ്പി പോവാം എന്നുള്ള ലെവലിൽ നമ്മൾ 2 ഭാഗത്തു നിന്ന് നോക്കി ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. കുറെ ഹോട്ടൽ കാണുമ്പോൾ അത് വേണ്ട നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലേ, കറക്റ്റ് കണ്ടു പറ്റും. അതായത് ഞാൻ 2 വട്ടം ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വെച്ചാൽ നമ്മൾ കുറെ തട്ടുകടകൾ കാണും. അത് ഉച്ച തട്ടുകട കയറി ശരിയാവൂല, ചിലപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ പറ്റുക. നമുക്ക് നല്ല ഹോട്ടൽ AC വെയിലൊക്കെ ഉള്ള നല്ല AC ആംബിയൻസ് ഹോട്ടൽ നോക്കാം, ഭംഗിയുള്ള നോക്കാൻ നോക്കും വിചാരിക്കും. ഇനി അതേ നമ്മൾ തന്നെ ചിലപ്പോൾ തട്ടുകടയാണ് നമ്മൾ മൈൻഡിൽ വെച്ചെങ്കിൽ AC ഒക്കെ കവർ ചെയ്തിട്ട് തട്ടുകട പോകും അല്ലേ. ഇപ്പൊ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മുടെ ഒരു ഉദ്ദേശം ഉണ്ടാവും, അതായത് നമ്മളെ ബ്രെയിനിന് ഒരു ഉദ്ദേശം ഉണ്ടാവും. ഈ കസ്റ്റമറിന്റെ ബ്രെയിന് നമ്മളെ ഈ കസ്റ്റമറായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വെസ്റ്റിന് പോകുന്ന സമയത്ത് നമുക്ക് പറ്റിയൊരു സ്ഥലം സൈഡിൽ കാണുമ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കുന്നു, അപ്പോൾ നോക്കാം കൊള്ളാലോ, നല്ല നല്ല ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്നൊക്കെയുള്ള ലെവലിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ വാലറ്റ് പാർക്കിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടണ്ട, നല്ല ചൂടാണ്. ഇപ്പൊ AC നമ്മൾ കാറിന്റെ AC പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടാണ്, അത് കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ നല്ല AC റൂം. അപ്പൊ ആ ഒരു വീണ്ടും ഒരു സുഖം അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സുഖം. അതിനുശേഷം നമ്മൾ കൈയ്യകാൻ പോകുന്നു, അവിടെ നല്ലൊരു മിറർ ഉണ്ട്. ആ മിററിൽ കാണുമ്പോൾ എന്നതിനെക്കാട്ടൊരു ഭംഗി, കാരണം എന്താ ഒരു വാം ലൈറ്റ് ഒക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അവിടുത്തെ ഒരു ആംബിയൻസും സെറ്റപ്പും ഹൈജീനിക്കും ഒക്കെ അടിപൊളിയാണ്. വന്നിരുന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആള് ഓർഡർ ചോദിക്കും, നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു,
എന്നിട്ട് ആ ബിരിയാണി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കോംപ്ലിമെന്ററി ആയിട്ട് ചെറിയ ഒരു ഷോർട്ട് ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവന്നു തന്നു. എന്നിട്ട് ആ കൊള്ളാലോ, നമ്മളവിടൊക്കെ ആ സാധനം ബ്രെയിന് സഞ്ചരിക്കുന്നുണ്ട്. എന്നിട്ട് ബിരിയാണി വന്നു, കഴിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മളൊരു ടിപ്പും കൊടുത്ത് ഇറങ്ങുന്നു. ഇറങ്ങുന്ന സമയത്ത് ഈ സ്റ്റാഫൊക്കെ നമ്മളോട് ചിരിച്ചാണ് പെരുമാറുന്നത്. നമ്മൾ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം അതിലൂടെ പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ജേണിനെ അടിപൊളിയാക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളിപ്പോഴും ചെയ്യുന്നതോ ഇന്റീരിയർ അടിപൊളിയാക്കണം, ഇന്റീരിയറാണ് അടിപൊളിയാക്കണ്ടേ, പക്ഷെ ലക്ഷ്യം എന്താണ്? ഈ ഇന്റീരിയർ അടിപൊളിയാക്കുക. അതായത് രവി പറഞ്ഞപ്പോ നമ്മളിപ്പോ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. അതായത് നമ്മൾ ആംബിയൻസ് മാത്രമല്ല അവിടെ ഉണ്ടായത്, അതായത് അവർ കോംപ്ലിമെന്റ് ആയി കൊടുത്തൊരു സാധനം, അതിനും ഇമ്പോർട്ടൻസ് വന്നു. അതേപോലെ നീ പറഞ്ഞ പോലെ ചിരിച്ചുള്ള പെരുമാറ്റം, അതും അവരെ മനസ്സിൽ കയറി. അപ്പൊ അത് അടുത്ത വട്ടം അവിടേക്ക് വരാനുള്ള ടെൻഡൻസീസ് കൂട്ടണ പോലെ. ഇതാണ് ഒരു മാപ്പിങ്ങിന്റെ ഒരു സ്ട്രക്ചർ. അതെ അതെ. അപ്പൊ എന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ഈ മാപ്പിലൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഒരു എന്താ പറയാ, നേരത്തെ പറഞ്ഞ കസ്റ്റമർ സൈക്കോളജിക്കലി എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ആവാഹനത്തിക്ക് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആവാഹിക്കുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറായിട്ട് മാറണം. കസ്റ്റമറായിട്ട് മാറണമെങ്കിൽ നമ്മൾ കസ്റ്റമറെ പറ്റി കൃത്യമായിട്ടൊരു ഐഡിയ നമുക്ക് വേണമല്ലോ. ഏത് തരത്തിലുള്ള കസ്റ്റമറാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു AC ഉള്ള ഒരു ഹോട്ടൽ ഉടമനെ സംബന്ധിച്ചോളം ആളെ കസ്റ്റമർ എന്താണ്? അത്യാവശ്യം ടൈമിനും ആംബിയൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. നമ്മളും ഒരു ചില സമയത്ത് ആ കസ്റ്റമർ ആയിരിക്കും, ചില സമയത്ത് ആ കസ്റ്റമർ ആയിരിക്കും. ചില സമയത്ത് അതിലുള്ള ഉദ്ദേശം ജസ്റ്റ് കൂട്ടുകാരൻ്റെ ഒപ്പം സൈഡിൽ നിന്ന് തട്ടുകിടന്ന് കഴിക്കാന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കസ്റ്റമർ അല്ല. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ ആ ഉദാഹരണം വെച്ച് പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും ഓഫ്ലൈൻ ബിസിനസ് ആണെങ്കിലും ഒരു ടെക് ഡിജിറ്റൽ ബിസിനസ്, അതായത് എട്ടെക് ഒക്കെ ഉണ്ടല്ലോ, കോഴ്സുകൾ, അങ്ങനെ സാധനങ്ങളാണെങ്കിൽ എന്തിലും ആയിക്കോട്ടെ, നമുക്കിങ്ങനെ സെഗ്മെന്റൈസ് ചെയ്ത് കൃത്യമായിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എൻ്റെ കസ്റ്റമർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആവാഹനത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആളെ കിട്ടി. ഇനി ആളെ ആവാഹിച്ച പോരല്ലോ, ആവാഹിച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ജേണിയിലൂടെ കൊണ്ടുപോകണം, ആലോചിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ കൂടെ നമ്മൾ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ആയിക്കൂടെ പോയി നോക്കണം. അതിനെന്ത് വേണം? എന്തൊക്കെ സ്റ്റോപ്പുകളാണ് ആ പാത്തിലുള്ളത് എന്നുള്ള ക്ലാരിറ്റി വേണം. ഒരു വഴി ഉണ്ടാവണം എങ്ങനെയാണ്? അതിന്റെ ഇടയ്ക്ക് കുറെ സ്റ്റോപ്പുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ കുറെ ടേണിംഗ് ഉണ്ടാകുമ്പോഴാണല്ലോ. അപ്പൊ ഈ ടേണിങ്ങളെ കുറിച്ച് സംസാരിക്കാം. എത്ര ടേണിംഗ് ഉണ്ട് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം? ഏതൊക്കെ വഴിയിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടേണിംഗ് എടുത്തിട്ടാണ് നമ്മൾ ബിസിനസ് സഞ്ചരിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ ആവാഹനത്തിന്റെ 90% കഴിഞ്ഞു. പിന്നെ ഇത് റിപ്പീറ്റ് പ്രോസസ്സാണ്. ആ വഴിയിലൂടെ നമ്മൾ വീണ്ടും 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 സഞ്ചരിച്ച് അവിടെ അടിപൊളിയാക്കി ഒരു പ്രാർത്ഥന പോലെ മണിച്ചിത്രനായി പറഞ്ഞ പോലെ ഒരു കസ്റ്റമറിന്റെ പിന്നാലെ നമ്മൾ എപ്പോഴും സഞ്ചരിച്ച് പ്രാർത്ഥനയെ പോലെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. ഇതില് നമ്മള് ഈ വീഡിയോ കാണുന്ന കുറെ ആൾക്കാർക്കൊക്കെ ഞാനിപ്പോ പറഞ്ഞ പോയിന്റുകൾ അറിയുന്നുണ്ടാവും. പക്ഷെ ഞാൻ അതിനെ ഒരു ഡിഫറെന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഐഡ മോഡൽ എന്നൊക്കെ പറയും. അതായത് ഫസ്റ്റ് എന്താണ്? അവയർനെസ്. സെക്കൻഡ് AIDA, അങ്ങനെയാണ്. അപ്പൊ ഐഡ എന്ന് പറയും, ചിലർ ഐഡാർ എന്ന് പറയും. അതായത് അവയർനെസ്, ഇൻട്രസ്റ്റ്, കൺസിഡറേഷൻ, അവിടെ ടേമിൽ മാറ്റം ഉണ്ടാവും. കൺസിഡറേഷൻ, ആക്ഷൻ, റിട്ടൻഷൻ, ഈ 5 സ്റ്റോപ്പുകളാണ് ശരിക്കുള്ളത്. പക്ഷെ അത് വേറൊരു ആംഗിളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലരും അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെടുക്കാം. ഇപ്പൊ നിർമ്മലിനെ അറിയണ ഒരു 5000 പേരുണ്ടെന്ന് വിചാരിക്കാം. 5000 പേർക്കും നിർമ്മലിനെ ഇഷ്ടപ്പെടാൻ മാത്രം അറിവുണ്ടാവില്ല, ജസ്റ്റ് അറിയണ്ടാവുള്ളൂ. ഇപ്പൊ നിർമ്മല് പഠിച്ച കോളേജിൽ ഉള്ള കുട്ടികൾക്കൊക്കെ നിർമ്മലിനെ അറിയാം. പക്ഷെ നിർമ്മലിനെ ഇഷ്ടമാണോ ചോദിക്കുമ്പോൾ അതിന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പറയുമല്ലോ. അതായത് നമ്മൾ അറിയണ ഒരു വലിയ ആൾക്കാരുണ്ടാവും, ഒരു 5000 പേർക്ക് നമ്മൾ അറിയുന്നുണ്ടാവും. പക്ഷെ അതിലൊരു കുറച്ച് പേർക്ക് നമ്മൾ ഇഷ്ടമാണെന്നുള്ള ലെവലിലേക്ക് ഉണ്ടാവും, അല്ലെ? ഒരു 1000 പേർക്ക് ഇഷ്ടമാണെന്നുള്ള ലെവലുണ്ടാവും. ഇങ്ങനെ നമ്മളോട് ഒരു താല്പര്യം തോന്നി എല്ലാവരും നമ്മളോട് സംസാരിക്കുന്ന ലെവലിലേക്ക് ബന്ധം ഉണ്ടാവില്ല. ഈ ഇഷ്ടം വലുപ്പം തീരം നമ്മള് കൂട്ടുകാരൻ പറഞ്ഞതിലേക്ക് കൊള്ളാം എന്നുള്ളൊരു സാധനത്തുമ്പോഴേക്കാരും വന്നിട്ടുണ്ടാവുക. പക്ഷെ ആ 5000 പേർക്ക് നമ്മൾ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ഈ 1000 ഒരു 500 പേര് നമ്മളോട് സംസാരിക്കുന്ന ലെവലിലേക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്നാൽ ഈ 500 പേര് നമ്മളൊപ്പം ചാടിക്കാൻ പോണ ബന്ധമുണ്ടാവില്ല. വീണ്ടും ചെറുതാകുമ്പോൾ നമ്മള് ഒരു 50 പേരൊക്കെ നമ്മളപ്പം അങ്ങനെ ചാടിക്കാനും പുറത്തിറങ്ങാനും ഇടയ്ക്ക് വിളിക്കുന്ന, ഇടയ്ക്ക് സംസാരിക്കുന്ന പേരൊക്കെ ഉണ്ടാവുള്ളൂ അറ്റ് എ ടൈം. ഈ 50 പേരില് 50 ആൾക്കാരും നമ്മളെ പറ്റി വേറെ ആളോട് നല്ല കാര്യം പറയണമെന്നൊന്നുമില്ല. അത്രയും അടുത്തൊരു 5 പേരൊക്കെ വേറെയുള്ള ആൾക്കാർ പറയണ്ടോ നിർമ്മല് അടിപൊളിയാണ്, അല്ലെ? അങ്ങനെ പറയില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ തട്ടുകളുണ്ടല്ലോ, നമ്മൾ അറിയുന്ന ആൾക്കാർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളവിടെ സംസാരിച്ചു തുടങ്ങിയ ആൾക്കാർ, നമ്മളേറ്റവും ചായ കുടിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ, നമ്മളെ വേറൊരാളെ മുമ്പില് നല്ലത് പറയുന്ന ആൾക്കാർ, ഇതാണ് സ്റ്റോപ്പുകൾ. അപ്പൊ നമ്മളെ ബ്രാൻഡിനെ ഇപ്പൊ എത്ര പേർക്ക് അറിയാം എന്നുള്ളൊരു ചോദ്യത്തില്
എന്തുണ്ട് കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് സാധനം വാങ്ങുന്ന ആൾക്കാർ കുറയും. മനസ്സിലായി. അപ്പൊ അതായത് ഇപ്പൊ ഒരു ഫസ്റ്റ് ലെവൽ ഇടുമ്പോ എത്ര പേര് ആ ബ്രാൻഡിനെ കുറിച്ച് അറിയണു, ആ ബ്രാൻഡ് അത്ര 5000 പേര് അറിയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 100 പേരെ ആ ബ്രാൻഡിനെ പോയി കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ 100 പേരിൽ ചിലപ്പോൾ 50 പേരെ ആ ബ്രാൻഡിന്റെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആ 50 പേരിൽ 10 പേരെ ചിലപ്പോൾ ആ ബ്രാൻഡ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. പക്ഷെ അതേപോലെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നീ ഇപ്പൊ പറഞ്ഞ ആ ഒരു സാധനം കറക്റ്റ് ആവുന്ന സംഭവം വേറെ സ്ഥലമുണ്ട്. ഫേസ്ബുക്ക് ആഡ്സിൽ ഈ സംഭവം ഉണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് ഫണല്, മിഡിൽ ഫണല്, ബോട്ടം ഫണൽ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് ആഡ് സെറ്റപ്പ് ചെയ്യുക. അപ്പൊ അവിടെ ഇത് കറക്റ്റ് ആയി വരുന്നുണ്ട്. ഇനി ഇതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് രൂപത്തിൽ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മളെ പറ്റിയൊക്കെ നല്ലത് പറഞ്ഞൊരു കൂട്ടുകാരുണ്ടാവും. ഇപ്പൊ നിർമ്മലിന് അങ്ങനെ ആരെങ്കിലും ഒരു മനസ്സിൽ വിചാരിക്കാം, ഈ കാണുന്ന ആരാണെങ്കിലും അങ്ങനത്തെ ഒരാളെ മനസ്സിൽ വിചാരിക്കാം. ഈ ആള് ഒരു കാലത്ത് നമ്മൾ അറിയാത്ത ആളായിരുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കാം, അയാൾ എന്നാണ് നമ്മൾ അറിഞ്ഞത്, എങ്ങനെ അറിഞ്ഞു എന്നാണ് അറിഞ്ഞത്. പിന്നെ അയാള് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, ചിലപ്പോ നമുക്ക് അറിയുണ്ടാവില്ല, പ്രവൃത്തിയോ എന്തുകൊണ്ടായിരിക്കും. പിന്നെ നമ്മളോട് ഫസ്റ്റ് സംസാരിച്ചൊരു സമയം ഉണ്ടാവും അല്ലെ, സംസാരിച്ച സമയം. അതിന് ശേഷമായിരിക്കും നമ്മളിപ്പോ ചായ അടിക്കാനൊക്കെ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സിനിമക്കൊക്കെ ഒരുമിച്ച് പോവുക, അങ്ങനത്തെ ഒരു ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അതിന് ശേഷമായിരിക്കും വേറെ ആളോട് സംസാരിക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇപ്പൊ ഈ കാരണങ്ങൾ ഉണ്ടല്ലോ, എങ്ങനെ ആ സ്റ്റേജിൽ നിന്നും ഈ സ്റ്റേജിലേക്ക് എത്തി, ഈ കാരണങ്ങളാണ് ടേണിംഗ് പോയിന്റ്സുകൾ. ഈ ടേണിംഗ് പോയിന്റ്സുകൾ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ആലോചിച്ച് അത് എങ്ങനെയോ നമ്മുടെ ലൈഫിൽ എങ്ങനെയോ സംഭവിച്ചത്. നമ്മളിപ്പോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ചെയ്യുന്നില്ല. പക്ഷെ ബ്രാൻഡിനെ സംബന്ധിച്ചോളം നമ്മളെ കുട്ടിയാണ് ബ്രാൻഡ്. മനസ്സിലായി. അപ്പൊ നമ്മളെ കുട്ടിയെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് വേറെ ആൾക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ലെവലിൽ ആ കുട്ടീനെ ഉഷാറാക്കണം. അപ്പൊ ഈ കുട്ടി നമ്മളെ ബ്രാൻഡിനെ അറിയാത്ത സ്റ്റേജിൽ നിന്നും അറിയുന്ന സ്റ്റേജിലേക്ക് എന്ത് ടേണിംഗ് പോയിന്റ് ആണ് നിലവിലുള്ളത്, അതിനെങ്ങനെ ഫണ്ണാക്കാം, എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം, എങ്ങനെ അടിപൊളിയാക്കാം. ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുത്തുന്ന, നമ്മളോട് സംസാരിച്ച് തുടങ്ങുന്ന, നമ്മളെ എടുത്തുന്ന ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പലരും പർച്ചേസ് ചെയ്യുന്ന, അതിനുശേഷം വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടൊക്കെ നമ്മൾ ഓരോ കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഈ ടേണിംഗ് പോയിന്റിലുള്ള ഒരു കാര്യമാണ് ശരിക്കും. നമ്മളിപ്പോ പറയാലോ, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ഒരു വൗച്ചർ കൊടുക്കുക, അല്ലെങ്കിൽ പാക്കേജ്, നമ്മൾ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ കൂപ്പണൊക്കെ കൊടുക്കും. അത് ആക്ച്വലി എന്താണ്, അവരെ കൊണ്ട് വേറെ ആൾക്ക് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ റിട്ടൻഷനും 2 സാധനം ഉണ്ട്, വേറെ ആൾക്ക് റെഫർ ചെയ്യുക അല്ലെങ്കിൽ അവരെന്നെ വാങ്ങുക. ഈ 2 പ്രോസസ്സായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യണം. അപ്പൊ ആ കാര്യം എന്താണ്, അവരെ കൊണ്ട് തന്നെ വീണ്ടും വാങ്ങിപ്പിക്കാനുള്ളൊരു ഘടകമാണ്. ചില കേസസിൽ എന്തുണ്ടാവും, കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡിംഗ് പേജ് ഒക്കെ ഉണ്ടല്ലോ, ലാൻഡിംഗ് പേജ് ഇതിൽ വലിയൊരു സാധനമാണ്. ഇനി ലാൻഡിംഗ് പേജിന്റെ ഒരു കാര്യം നമുക്ക് എടുത്തു നോക്കട്ടോ. അതായത് ഇപ്പൊ ഞാൻ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലൈഫ് സെറ്റ് ആവണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. പഠനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ലൈഫ് സെറ്റ് ആവണം. അപ്പൊ എന്തെങ്കിലും ഒരു കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് എനിക്കൊന്ന് പ്രൊഫഷൻ സെറ്റ് ആക്കണം. +2 കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു നോർമൽ ലെവലിൽ പോകാൻ ആഗ്രഹമൊന്നുമില്ല, എന്നാൽ കുറെ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരാൾ ഇങ്ങനെ മൊബൈല് നോക്കുന്ന സമയത്ത് ആൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ട്, ഒരു എക്സിസ്റ്റിംഗ് ബ്രാൻഡ്, ഒരു എന്തെങ്കിലും എടുക്കാം. ഇനി ഒരു ഫിലിം പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി എന്ന് വിചാരിക്കാം. ആൾക്ക് ഉള്ളിൽ എവിടെയോ ഒരു ഫിലിമിനോട് ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റും, അതൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ഇഷ്ടമുണ്ട്. എന്നാൽ ആൾക്ക് എന്താ ആവശ്യമുണ്ട്, ലൈഫ് സെറ്റ് ആക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. സ്ക്രോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ആഡ് കാണുന്നു, കുറച്ച് കുട്ടികളൊക്കെ ഫിലിം പഠിക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ കാണാണ്, കൊള്ളാലോ പറഞ്ഞ് ഒഴിവാക്കി. ഒരു 3ാമത്തെ വീഡിയോ ഒക്കെ ആഡ് ആയിട്ട് വരുമ്പോഴേക്കും അത് ഫോളോ ചെയ്തിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അവിടെ എന്തായി, അറിയാത്ത സ്റ്റേജിൽ നിന്നും അറിഞ്ഞു ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്തതിനു ശേഷം വീണ്ടും കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അപ്പൊ അതിൽ ഇടക്കുന്നുണ്ടാവും, അഡ്മിഷൻ പോസ്റ്റർ പോകുന്നുണ്ടാവും, അല്ലാത്ത പോസ്റ്റർ ഉണ്ടാവും. ആ ഒരു ബന്ധം സൂക്ഷിച്ച് അപ്പൊ എപ്പോഴോ ഒരു അഡ്മിഷൻ പോസ്റ്റർ മേല് എൻക്വയറി ചെയ്തിട്ടുണ്ടാവും. എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവരായിട്ടുള്ള സംസാരത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും, പിന്നെ അവിടുത്തെ സ്റ്റുഡന്റ് ആയിട്ടുണ്ടാവും, ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും. ഇനി ഇതിപ്പോ ഒരു കോഴ്സിന്റെ കേസ് ആണെങ്കിൽ ഇനി അതെല്ലാം ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നിടത്തൊക്കെ ഇപ്പൊ നിർമ്മലിന് തന്നെ അനുഭവമുണ്ട്, ഇപ്പൊ എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. ചില സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയത് എങ്ങനെയോ വാങ്ങിയതാ, അതായത് നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് തീരുമാനം, ഇൻസ്റ്റന്റ് ആക്ഷൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അപ്പത്തെ ഒരു മൊമെന്റിൽ ഇത് സാധനം കൊള്ളാം, അങ്ങനത്തെ തരത്തിൽ എവിടുന്നോ എങ്ങനെയോ വാങ്ങിയതാണ്. പക്ഷെ നമുക്ക് എന്താ റീസൺ, എന്തുകൊണ്ട് വാങ്ങി കഴിഞ്ഞിട്ട് ആലോചിക്കില്ല, പെട്ടെന്ന് വാങ്ങി വെക്കണം. അത് നല്ലോണം യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം അത് യൂസ്ഫുൾ ആക്കിയോടെ നമ്മൾ വാങ്ങുന്നത്. നമ്മുടെ ഉള്ളിൽ ഇതേപോലത്തെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ. അപ്പൊ ഈ ആഗ്രഹങ്ങൾ ട്രിഗർ ചെയ്യുന്ന സാധനമായിരിക്കണം ചിലപ്പോൾ ആഡിൽ ഫസ്റ്റ് കൊടുക്കേണ്ടി വരാം. അപ്പൊ ആഗ്രഹങ്ങൾ ട്രിഗർ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ ലൈഫ് സെറ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് ട്രിഗർ ചെയ്യാൻ ആ ആഡിൽ എന്ത് ചെയ്യാം, ഫുൾ സെറ്റായ ഇവരെ സ്റ്റുഡന്റ് ഫുൾ സെറ്റഡ് ആയിട്ട് നല്ലൊരു എന്താ പറയാ, ഇപ്പൊ ഒരു റൈറ്ററാന്ന് വിചാരിക്കാം, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, നല്ല പേയ്മെന്റ് വാങ്ങുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഇവരെ അടുത്തുനിന്ന് പഠിച്ചതാന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് സെറ്റ് ആവും.
പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളൊരു ബേബിയുടെ വർക്ക് നമ്മൾ ഒരുമിച്ച് മുന്നേ അപ്പൊ അതിൽ നമ്മൾ ചെയ്തൊരു സാധനത്തിൽ എന്താ ശരിക്കും ബേബിയുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു പ്രേക്ഷകർക്ക് പറയാൻ വേണ്ടിട്ട് ഒരു ബേബിയുടെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ക്ലോത്തിങ് കാര്യങ്ങൾ, അതേപോലെ തന്നെ തലണ ടൈപ്പ്, അതായത് കുറച്ചും കൂടിയും അവരുടെ ന്യൂ ബോൺ ബേബീസിന് പറ്റിയ ടൈപ്പ് പ്രൊഡക്ട്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു പ്രൊജക്ട് ആണ് ഇരുന്നത്, ഒരു ഇ-കൊമേഴ്സ് പ്രൊജക്ട് ആയിരുന്നത്. അപ്പൊ അതിൽ ശരിക്കും നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് നോക്കുന്നത് പാരന്റ്സ് ആണ്. പാരന്റ്സിന്റെ ആവശ്യം എന്താണ്? ആ കുട്ടീനെ നല്ല കെയർ കൊടുത്ത് വളർത്തണം എന്നുള്ളൊരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആഡിന്റെ ഭാഗത്ത് ആ കാര്യങ്ങൾ കീവേഡ്സുകളും അങ്ങനത്തെ വിഷ്വൽസും വെച്ചിട്ട് ലാൻഡിംഗ് പേജിൽ നമ്മൾ പറഞ്ഞെന്താ ഇതിന്റെ ഡിഫറെന്റ് ഗുണഗണങ്ങള്, കോസ്റ്റ് ഓഫ് ഇനാക്ഷൻ ആണ് നമ്മൾ മെയിൻലി ഇത് വാങ്ങിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങള്, ഫ്ലാറ്റ് ഹെഡ് ഇഷ്യൂ പ്രശ്നം, അതൊക്കെ നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറെ എലമെന്റ്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെക്ഷൻസ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ കയറി ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഉണ്ടാകുന്ന ഫീൽ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്കിപ്പ് ചെയ്ത് ഇറങ്ങി പോയാൽ ഞാൻ എന്റെ കുട്ടിനോട് എന്തോ ഒരു മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്തോ ദ്രോഹം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യിപ്പിക്കും. അതായത് കുട്ടികളുടെ ഇഷ്യൂസ് നമ്മൾ കറക്റ്റ് ഫിൽറ്റർ ചെയ്തിട്ടാണ് ആ ടീം മൊത്തം ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ പാരന്റ്സ് വന്ന് നോക്കുമ്പോൾ ശരിയാണല്ലോ, ഈ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ എന്റെ കുട്ടിക്ക്, ഇങ്ങനത്തെ പ്രശ്നം വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ സാധനം വാങ്ങിയില്ലെങ്കിൽ അത് ഭയങ്കര തെറ്റാണ് എന്റെ കുട്ടീനോട് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ നമ്മൾ ആ ടീം പല സാധനം വർക്ക് ചെയ്യും. നമ്മള് കോസ്റ്റിംഗ് 800 900 കോസ്റ്റ് വെട്ടിയിരുന്നത് 899 വലിയ ചാർജാണ് ശരിക്ക്. പക്ഷെ ആലോചിക്കണം എന്താ, എന്റെ കുട്ടിയുടെ ഫ്ലാറ്റ് ഹെഡ് റെഡിയാക്കാൻ ഞാനിത് മുടക്കണ്ടേ, ഞാൻ അത്ര പൈസ, ഇതൊക്കെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് എന്റെ കുട്ടിക്ക് അത്രയും വാല്യൂ പ്രൊപ്പസിഷൻ അവിടെ നടന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നോർമൽ തലേണയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇവിടുത്തെ സ്പൈനൽ കോർട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ ബോൺസുകളൊക്കെ ഭയങ്കര നെർവസ് ആയിരിക്കും. അപ്പോൾ തല കറക്റ്റ് ആയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഷേപ്പ് മാറും എന്നുള്ള ഇഷ്യൂവിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺവെക്സ് ഷേപ്പിലുള്ള പില്ലോനെ അവതരിപ്പിച്ചിട്ട് കറക്റ്റ് ഹെഡ് ഒരേ ലെവലിലേക്ക് നിർത്തും. സംഭവം മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്തുണ്ട്, ആ ജേണി വരുന്നുണ്ട്. അപ്പൊ ഈ ജേണി പലതും പല ടൈപ്പാണ്. നമ്മൾ സിനിമനായിട്ടാണ് ഞാൻ പലപ്പോഴും സിനിമ പലതും പല ജോണറല്ലേ, ചിലത് ഭയങ്കര ഫണ്ണേക്കാരം, ചിലത് ഭയങ്കര ഹൊററായിക്കാരം, ചിലത് ഫീൽ ഗുഡ് ആയിക്കാരം എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മളുടെ ജേണി ഉണ്ടല്ലോ. ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടും നമ്മളുടെ ഒരു USP ബേസ് ചെയ്തിട്ടൊക്കെ ഡിഫറെന്റ് ജോണറിലുള്ള ജേണി ആയിക്കാരം. അത് നമ്മളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ എന്ത് ഇമോഷനാണ് ഓരോ സ്ഥലത്തും ട്രിഗർ ചെയ്യേണ്ടത്. ഇപ്പോൾ സിനിമക്കൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഇനീഷ്യലി ഇങ്ങനെ മെല്ലെ തുടങ്ങി, പിന്നെ ഇങ്ങനെ കയറി, പിന്നെ ഇറങ്ങി, പിന്നെ ലാസ്റ്റ് ഒന്ന് കയറിയിട്ടാണ് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുക എന്ന് പറഞ്ഞ പോലെ ഈ ജേണിയിൽ പല സ്ഥലത്തും പല ഇമോഷൻസാണ് വരുന്നത്. ഇപ്പൊ നേരത്തെ ഹോട്ടലിന്റെ കേസൊക്കെ ആദ്യം എന്താണ്, എവിടെന്നെങ്കിലും ഒന്ന് വിഷമം മാറിയാൽ മതിയായിരുന്നു എന്നുള്ള ഇമോഷനാണ്. ഫസ്റ്റ് കാണുന്ന സമയത്ത് കൊള്ളാലോ അല്ലെ, അറിയില്ല, പിന്നെ ഇങ്ങനെ കൊള്ളാലോ അടിപൊളി അടിപൊളി അടിപൊളി. ചില സമയത്ത് അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ നമ്മള് ബേബിയുടെ പറ്റി പറഞ്ഞ ഫിയർ ആണ്, എന്നാൽ ഇഷ്ടമുണ്ട്. ഒരു ലവ് ആൻഡ് ഫിയർ എന്നുള്ള സാധനമാണ്. അതായത് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഫിയറും, അത് ഈ പ്രൊഡക്റ്റ് കുട്ടിക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വർക്ക് ആവുന്നത്. അപ്പൊ ഒരു സിനിമ, ചില സിനിമകൾ നമ്മൾ വീണ്ടും 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 എടുത്ത് കാണൂലേ, കണ്ട സിനിമ വീണ്ടും ഇൻട്രസ്റ്റെല്ലർ ഒക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റെല്ലർ ഒക്കെ അത് വീണ്ടും 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 എടുത്ത് കാണും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജേണി മാപ്പിലൂടെ കസ്റ്റമറിന് വീണ്ടും 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 പോവാൻ തോന്നണം. അങ്ങനെ തോന്നുന്നൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് നമ്മളെ കസ്റ്റമർ ജേണി മാപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ആവാഹനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അതായത് ഒരു കസ്റ്റമർ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നമ്മൾ 1000 വട്ടം മുന്നേ നമ്മൾ സഞ്ചരിച്ചിരിക്കണം. ആ ആവാഹനം നമ്മൾ നടത്തണം കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ വെച്ചിട്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് രവി പറഞ്ഞു വരുന്നത്, ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മളൊരു കസ്റ്റമർ ആയിട്ട് ആ ഓരോ പാത്ത് പോയിട്ട് മനസ്സിലാക്കി, ഇന്ന ഇതുമായിട്ടാവും ഈ സാധനം ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നത്, ഇന്ന കാരണം കൊണ്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അത് നമ്മൾ കറക്റ്റ് ഒരു കസ്റ്റമറിന്റെ രൂപത്തിൽ പോയി മനസ്സിലാക്കി എടുക്കണം. അതെ, കൃത്യമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ ഒരാളൊരു സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ റൈറ്റർ എത്ര വട്ടം അത് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ്. അതേപോലെ നമ്മൾ ഈ ജേണി മാപ്പിങ്ങിലൂടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇത് ചെയ്യുന്നുണ്ട് എന്ത്, ഈ നല്ല എന്താ പറയാ, ചില സംവിധായകരൊക്കെ ഇല്ലേ, എത്ര സിനിമ ഇറക്കി കഴിഞ്ഞാലും അടിപൊളി ആയിക്കാരം, ഏത് സിനിമ ഇറക്കി കഴിഞ്ഞാലും ബ്ലോക്ക് ബസ്റ്റർ ആയിക്കാരം. ചില ഫൗണ്ടേഴ്സും ഉണ്ട്. ഇപ്പൊ മറ്റേ ആപ്പിളിനൊക്കെ കേസ് എടുത്തൊക്കെ ഏത് പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാലും ഒരു മിനിമം ഗ്യാരണ്ടി അതിൽ ഉണ്ടാവും. എനിക്ക് അത് തോന്നിയില്ല ആപ്പിള് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ, കാരണം ഞാൻ ആപ്പിള് എതിരാളി അങ്ങനെയല്ല, പക്ഷെ ആപ്പിള് അന്ന് പണ്ടുണ്ടായിരുന്ന ഇന്നോവേഷൻസിനെക്കാട്ടി കുറഞ്ഞ ഇന്നോവേഷൻസേ പെർക്കുള്ളൂ, പക്ഷെ ഓരോ പ്രൊഡക്റ്റും സക്സസ്ഫുൾ ആണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു രവി പറഞ്ഞ സാധനങ്ങൾ കൊണ്ടായിരിക്കാം. അതിൽ വേറൊരു സാധനമുണ്ട്, അവര് എന്ത് ചെയ്യാ, ഈ പറഞ്ഞ പ്രോസസ്സ് വീണ്ടും വീണ്ടും ചെയ്തിട്ട് അവർക്ക് കൃത്യമായിട്ട് അവരെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക്, ആവാഹനത്തിന്റെ അടുത്തൊരു ലെവൽ എന്താ അത് അവർക്ക് അറിയാം.
കൃത്യമായിട്ട് ഹാക്ക്ഡ് ആണ്. നമ്മളെപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ് ആപ്പിൾ യൂസേഴ്സ് ഒരു ട്രാപ്പിലാണെന്ന് പറയും. നമ്മളത് അത്ര ഹാക്ക് ചെയ്തു. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസിലാക്കിയിട്ട് അതിനൊക്കെ ശാസ്ത്രമുണ്ട്, അതിന്റെ പുറകിലൊക്കെ ശാസ്ത്രമുണ്ട്. അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് കസ്റ്റമർ ജേർണി മാപ്പിംഗ് എന്താണ്, നമ്മൾ നമ്മുടെ ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ അത് കസ്റ്റമറുടെ രൂപത്തിൽ കണ്ടുപിടിച്ച് എങ്ങനെ അത് കറക്റ്റ് മുന്നോട്ട് പോകണം എന്നുള്ള കറക്റ്റ് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിന്റെ അടുത്ത സ്റ്റേജസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ഗുഡ് ബൈ ആണ്. പക്ഷെ പോണതിന് മുന്നേ എന്റെയും റവീന്റെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കസ്റ്റമർ സൈക്കോളജിനെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. എന്ത് വന്നാലും തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ വീണ്ടും വരുന്നത് ഗുഡ് ബൈ.